ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്ലോത്ത് ഡ്രൈപ്പറിനെ കുറിച്ചാണ്. അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വാഷ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എന്താണ് ക്ലോത്ത് പേപ്പർ എന്ന് നോക്കാം. ക്ലോത്ത് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന നാപ്പീസ് തന്നെയല്ലേ, തുണി കൊണ്ടുള്ള നാപ്പീസ് തന്നെയല്ലേ എന്ന് മറുപടി പറയുകയാണെങ്കിൽ അല്ല. നാപ്പീസ് ആണെങ്കിൽ എന്താണ്, ഒരു യൂറിനൊക്കെ അത് അബ്സോർബ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പം തന്നെ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ അറിയുകയും ചെയ്യും, അപ്പം തന്നെ കുഞ്ഞ് കരയുകയും ചെയ്യും. നമുക്ക് എപ്പോഴും മാറ്റുകയും വേണം. പക്ഷേ ക്ലോത്ത് ഡയപ്പറാണെങ്കിൽ അങ്ങനെയല്ല. ക്ലോത്ത് ഡയപ്പറാണെങ്കിൽ നമുക്ക് മാക്സിമം 2 മുതൽ 3 യൂറിൻ വരെ അത് അബ്സോർബ് ചെയ്യും. പക്ഷേ മോഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ കുഞ്ഞിന് റാഷസ് ഉണ്ടാവും. ഈ ക്ലോത്ത് ഡയപ്പറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുമ്പോൾ ഒരു ഔട്ടർ ലെയർ ഉണ്ട്, അതൊരു വാട്ടർ പ്രൂഫ് ലെയർ ആയിരിക്കും. ഇൻസൈഡിലൊരു പാഡുണ്ട്, ഇൻസേർട്ട് എന്ന് പറയും. അതാണ് യൂറിൻ അബ്സോർബ് ചെയ്യുന്നത്. ഈ ഇൻസേർട്ട് തന്നെ പല ടൈപ്പിലുള്ളതുണ്ട്. 2 ലെയർ, 3 ലെയർ, 4 ലെയർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളത് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ 3 ലെയർ വരെയുള്ളത് ഓക്കെയാണ്. അല്ലെങ്കിൽ കുഞ്ഞ് ഡിസ്കംഫർട്ടായിരിക്കും, കുഞ്ഞ് ഭയങ്കര ബൾക്കിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 2 to 3 ലെയേഴ്സൊക്കെ ഓക്കെ. മാക്സിമം 4 ലെയർ, അതിൽ കൂടുതൽ ആരും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് വാങ്ങുമ്പോൾ തന്നെ ഇൻസേർട്ടും ഒരു ഔട്ടർ ലെയറും കൂടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻസേർട്ട് വാങ്ങിക്കാനും പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഡയപ്പർ ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഈ ക്ലോത്ത് ഡയപ്പേഴ്സ് ഏത് പ്രായം മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ 3 മാസം മുതലുള്ള കുട്ടികൾക്ക് ഞാനിത് പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. 2nd month മുതൽ ഞാനിത് യൂസ് ചെയ്തിട്ട് ഫെയിലായൊരു മദറാണ് ഞാൻ. 2nd month യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഫ്രീക്വൻ്റ്ലി യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, മോഷൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. എനിക്ക് ഇതുകൊണ്ട് യാതൊരു യൂസും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു 3 months കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങൾ ഫ്രീക്വൻ്റ്ലി യൂറിൻ പാസ് ചെയ്യുന്നതും മോഷൻ പാസ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. മാക്സിമം എങ്ങനെ പോയാലും നമുക്കൊരു 2 to 3 hours വരെ നമുക്ക് ചില പാഡിനനുസരിച്ച് അത് നിൽക്കാറുണ്ട്. അതുകൊണ്ട് 3 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ എന്തിനാണ് ക്ലോത്ത് ഡയപ്പറിലേക്ക് മാറുന്നതെന്നുള്ളൊരു ചോദ്യം അല്ലേ. ക്ലോത്ത് ഡയപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ പേര് തന്നെയുണ്ട്, ക്ലോത്ത് ആണല്ലേ. ക്ലോത്ത് കുഞ്ഞിന് അലർജീസ് ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക്. റാഷസ് ഉണ്ടാവില്ല. പക്ഷേ റാഷസ് ഉണ്ടാവും എപ്പോഴാണ് നമ്മളത് കറക്റ്റ് ടൈമിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഏത് ഡയപ്പറാണെങ്കിലും റാഷസ് ഉണ്ടാവും. അതുകൊണ്ട് ടൈമിൽ ചേഞ്ച് ചെയ്താൽ റാഷസ് ഉണ്ടാവില്ല ക്ലോത്ത് ഡയപ്പേഴ്സിന്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മണി സേവിങ്. നമ്മളിത് വാങ്ങിക്കാൻ നമുക്ക് കുറച്ച് ക്യാഷ് ചിലവായിരിക്കും. എനിക്ക് വളരെ കുറച്ച് ക്യാഷ് ചിലവായിട്ടുള്ളൂ. ഞാൻ ഒരു ഡയപ്പർ വാങ്ങിച്ചത് 190 രൂപയ്ക്കാണ്. ഇതെനിക്ക് 3 വയസ്സ് വരെ യൂസ് ചെയ്യാം. ഇതിൽ കുറേ ബട്ടൺസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ വേസ്റ്റ് സൈസും ലെങ്ത്തിനും അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഞാനൊരു 190 രൂപ കൊടുത്തെങ്കിലും എനിക്കിതിന് നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒരു ഡയപ്പറിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് 15 rupees ഒക്കെയാണ് വരുന്നത്. അത് നമുക്ക് ഡെയിലി ഒരു 3 to 4 ഡയപ്പേഴ്സൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് സ്പെൻഡ് ആവും. ഇത് നമുക്ക് ഈസിലി വാഷ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് മണി സേവിങ്ങിൽ ഇത് വലിയൊരു ഫാക്ടറാണ്. പിന്നെയുള്ളത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും ഡയപ്പേഴ്സൊക്കെ വലിച്ചെറിയുന്നതായിട്ട് കാണുന്നതായിട്ട് ഞാൻ ഈ ഡയപ്പർ എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ടാഗ് ചെയ്യാം. ഡയപ്പേഴ്സ് ആണെങ്കിൽ ആരും വലിച്ചെറിയില്ല. വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി നമ്മളത് യൂസ് ചെയ്യും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്തൊരു ഇൻസേർട്ട് ഉണ്ട്. ഇൻസേർട്ടിലേക്കാണ് നമ്മൾ ഈ പാഡ് എടുത്ത്
കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ ഇതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിപ്പിട്ട് കൊടുക്കാവുന്നതാണ്. പേസ്റ്റ് സൈസിനും ലെങ്ത്തിനും അനുസരിച്ച്. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസേർട്ട് എടുത്ത് പുറത്തിടുക. ദെൻ ഇത് രണ്ടും പ്ലെയിൻ വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള ഡിറ്റർജൻസ്, ഞാൻ ബേബി ഡിറ്റർജൻസിനെ പ്രിഫർ ചെയ്യത്തുള്ളൂ, അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. ഇനി ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്, നിങ്ങൾ പുറത്ത് പോകുന്ന ടൈമിൽ ഞാൻ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും ഇത് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, ട്രാവൽ ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്ന സമയത്ത് ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് തന്നെ യൂസ് ചെയ്യുക. വീട്ടിലിരിക്കുന്ന സമയത്തിന് മോസ്റ്റ് ഓഫ് ദ ടൈമും ക്ലോത്ത് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുക. അതായിരിക്കും കുഞ്ഞിന് ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞിന് ഏറ്റവും കംഫർട്ടബിൾ അതായിരിക്കും. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഈ ക്ലോത്ത് ടൈപ്പറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഇടാവുന്നതാണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. See you guys.